വെൽക്കം ടു ട്രാക്സ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളൊരു ബ്രീഡിംഗ് ഹാൾ മെത്തേഡുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫാംസൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് കുറേ വില്ലേജറിന് ആവശ്യം വരും. അപ്പോൾ നമ്മളെന്തായാലും ഒരു ബ്രീഡർ ഹാൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഗൈസ്. അതില്ലാണ്ട് ഇനി എന്തായാലും നമുക്ക് നടക്കില്ല. അപ്പോഴത്തേക്കും അതിനുവേണ്ടി ഞാൻ കറക്റ്റ് ഒരു സ്റ്റാക്ക് ക്യാരറ്റ് പോയി കഷ്ടപ്പെട്ട് മുളപ്പിച്ച് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഉണ്ടായിരുന്നതന്നെ ഞാൻ മുട്ടിയപ്പോൾ തീർന്ന്. അത് പിന്നെയും സീഡ് വെച്ച് ക്യാരറ്റ് തന്നെ വെച്ച് കുറേ സമയം കഴിഞ്ഞ് ഞാൻ 64 ക്യാരറ്റാക്കി. ഇതുണ്ടാക്കാനാണ് ഇത്ര സമയം എടുത്തത്. അപ്പം ഇനി വീഡിയോയിലോട്ട് നേരെ പോവാം. നമുക്ക് ഈ ഫാം ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും സാധനങ്ങളുടെ ആവശ്യമുണ്ട്. ഇത് ഞാൻ 2-3 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ പാടുപെട്ടത് ഈ പവർ റെയിൽ ഉണ്ടാക്കാനാണ്. എൻ്റെ കയ്യിൽ ഗോൾഡ് ഉണ്ടാകുന്നില്ല. പിന്നെ ഈ റെയിൽ ഉണ്ടാക്കാൻ കുറേ അയണിൻ്റെ കുറച്ച് വേണ്ട വന്നു. അപ്പോൾ നമ്മുടെ അയണൊക്കെ തീരാറായി. 11 എന്ന രീതിയിലാക്കുക. 2 ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ നമ്മൾ 11 ആക്കുക. അപ്പം 1 2 ബ്ലോക്ക്, 3 ബ്ലോക്ക്, 4 ബ്ലോക്ക്, 5 ബ്ലോക്ക്, 6 ബ്ലോക്ക്, 7 ബ്ലോക്ക്, ബാക്കി അപ്പുറം സൈഡാക്കാം. 8 ബ്ലോക്ക്, 9 ബ്ലോക്ക്, 10 ബ്ലോക്ക്, 11 ബ്ലോക്ക്. 1 2 3 4 5 1 2 3 4 5 6 ആറായിട്ടുണ്ട്. 6. ഇനി 7 8 9 10 11. ഇനി നമ്മൾ നേരെ ഇങ്ങോട്ട് 1 2 3 4 5 6. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കോർണറിൽ പോയിട്ട് ഇങ്ങനെ ആക്കുക. ഡിഗ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡിഗ് ചെയ്ത് നമ്മൾ 2 ബ്ലോക്ക് ഹൈറ്റ് ആക്കുക. ഇവിടെ നിന്നൊരു 1 ബ്ലോക്ക്, 2 ബ്ലോക്ക്, 1 2 3 ഒരു 5 ബ്ലോക്ക് നമ്മൾ കളയുക. 5 ബ്ലോക്ക് കളഞ്ഞതിന് ശേഷം കളഞ്ഞിട്ട് 1 ബ്ലോക്ക് വിട്ടിട്ട് ഈ ബ്ലോക്കും കൂടെ ഒന്ന് കളയുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ബ്ലോക്ക് കുഴിച്ചിട്ട് ഇവിടെ ഒരു റെഡ് സ്റ്റോൺ ടോർച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇത് കണക്ട് ചെയ്ത് ഇത് രണ്ടും അടയ്ക്കുക. പവേർഡ് റെയിൽ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ നേരെ ഒരു റോ കൂടെ വെച്ചിട്ട് ഇങ്ങോട്ടാക്കി ഇങ്ങോട്ടും കൂടെ ആക്കുക. അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് റെഡ് ലൈറ്റ് വരുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ഇവിടെയും കൂടെ ഒരു റെയിൽ വെക്കുക. ബ്ലോക്ക് പൊട്ടിച്ചിട്ട് ഇരുന്നാലും വെക്കുക. ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മൈൻ കാർട്ട് ഇടേണ്ടത്. എന്നിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് ആ ഹോൾ അടിച്ച് നമുക്ക് മേലെ പോവാം. ഇങ്ങനെ വെച്ചാൽ മതി. നമുക്കൊരു ബ്ലോക്ക് പൊട്ടിച്ചിട്ട് സ്റ്റെയർ ഇങ്ങനെ വെച്ചിരിക്കാം. ഇവിടെ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ വെച്ചിരിക്കാം. സെൻറ്ററായിട്ട് തോന്നുന്ന അവിടെ ഒന്ന് ഡിഗ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു വാട്ടർ ബക്കറ്റ് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ ഒരു കമ്പോസ്റ്റർ വെച്ചിരിക്കാം. എന്നിട്ട് നമ്മൾ ചെന്നെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബ്ലോക്കിൻ്റെ ഇവിടുത്തെ അങ്ങനെ ഒരു 6 ബ്ലോക്ക് മുമ്പോട്ട് വരിക. 1 2 3 4 5 6. എന്നിട്ട് ഒരു 5 ബ്ലോക്ക് ഇങ്ങോട്ടും വരും. ബെഡ് അങ്ങ് വെക്കണം ഗൈസ്. 1 2 3 4 ഈ സ്ഥലം ഫുള്ള് നമ്മൾ ഹോ വെച്ച് നമുക്ക് ക്യാരറ്റ് പ്ലാൻ ചെയ്യാൻ പാകത്തിന് സോയിലാക്കണം. അപ്പം അതിനുവേണ്ടി നമ്മൾ ഡേർട്ട് എടുക്കണം, സ്റ്റോണൊക്കെ മാറ്റണം. എന്നിട്ട് ഡേർട്ട് വെച്ചിട്ട് നമുക്കൊരു ഹോ ഉണ്ടാക്കേണ്ടി വരും. അപ്പം അതിനുവേണ്ടി ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് ഇവിടെ വെച്ച് ഇതിൻ്റെ മുകളിൽ 2 സ്റ്റിക്ക് ഉണ്ടാക്കി ഒരു ഹോയും നമുക്കൊരു ശബലം ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതും കളയാം.
നമ്മൾ ഇവിടെയൊക്കെ പ്ലാൻ ചെയ്യുക. താഴെയും മേലെയുമായിട്ട് ഒരു ട്രാപ്പ് ഡോർ വെക്കാം. നമുക്കത് അടച്ചു നോക്കാം. എന്നിട്ട് നമ്മളിതിൻ്റെ താഴോട്ട് ഡിഗ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു ട്രാപ്പ് ഡോറും കൂടെ വെക്കാം. നമ്മൾ ഈ സൈഡിൽ കളയുക. എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്നും ഒന്ന് കളയുക. ഇവിടെ ഒരു സൈൻ വെക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ വെള്ളം ഒഴിക്കണം. തൽക്കാലത്തോട്ട് ഈ ബ്ലോക്ക് ഒന്ന് പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ പുറത്തോട്ട് വരാം. പുറത്തോട്ട് വന്നിട്ട് നമ്മൾ അപ്പുറത്തോട്ട് പോവുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ നമ്മൾ പൊട്ടിച്ച ആ ഒരു ഡേർട്ടും കൂടെ നമുക്ക് ക്യാരറ്റ് വെച്ചേക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി വില്ലേജേഴ്സിനെ കയറ്റുന്നതാണ് പണി. അപ്പോൾ ഗൈസ് നമ്മുടെ വില്ലേജർ അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇത് ട്രേഡ് ആകുന്നതിനും ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് ഒന്ന് ഉറങ്ങണം. ഒന്ന് രാത്രിയാക്കിയിട്ട് ഇവരുടെ ബെഡിൽ ഇവർ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൊണ്ടുവരാവുള്ളൂ. എന്നാലേ ഫാം വർക്കാവും. അപ്പോൾ ഇവരെ ലീഷ് ചെയ്യുക നമ്മൾ. എന്നിട്ട് ഈ 2 ബ്ലോക്ക് പൊട്ടിച്ചിട്ട് നമ്മൾ ഇവരെ ഇതിൻ്റെ ഉള്ളിലോട്ട് വലിച്ചു കൊണ്ടുവരാം. കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അവരെ ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പണിയെടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അവർ ബ്രീഡാവുമോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബ്രീഡർ ഹാൾ അങ്ങനെ സക്സസ്ഫുള്ളി വർക്കാവുന്നുണ്ട്. നമ്മുടെ കുട്ടി ഇവിടെ ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി ഇവർ ഈ ബെഡിലോട്ട് അട്രാക്റ്റ് ആയിട്ട് ആ കുഴിയിൽ വീഴുന്നതായിരിക്കും ഈ കുട്ടി. അപ്പം കണ്ടോ ഗൈസ്, ഇപ്പോൾ കണ്ടോ, നമ്മളാദ്യം ബെഡ് കാണിക്കുന്ന പോലെ വെക്കുക ആ കുട്ടീനെ. അപ്പോൾ അവൻ നൈസിൽ അത് അങ്ങോട്ടേക്ക് പോകുമ്പം വീഴുന്നതായിരിക്കും. കണ്ടോ, അപ്പോൾ വീണ കണ്ടില്ലേ ഗൈസ്, അതേപോലെ വീഴും. അപ്പം നമ്മൾ ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ നമ്മുടെ ബ്രീഡർ ഹാൾ സക്സസ്ഫുള്ളി വർക്കാവുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്. ഈ വീഴുന്നതായിരിക്കും. അപ്പോൾ ഇവരെല്ലാം കൂടി ഇവിടെയാണ് സ്റ്റോർ ആവുക. അവർ വലിപ്പം വെക്കുമ്പം എല്ലാവരും ഈ റൂമിൽ സ്റ്റോറായി നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇവനും കൂടെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഗൈസ് നമ്മുടെ ബ്രീഡിംഗ് ഹാൾ അങ്ങനെ സക്സസ്ഫുള്ളി നല്ല കിടിലം പോലെ വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം ഗൈസ്. ഇപ്പം ഇതാണ് നമ്മുടെ ബ്രീഡർ ഹാൾ നല്ല സക്സസ്ഫുള്ളി വർക്ക് ആകുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്. അപ്പോൾ അടുത്തൊരു കിണ്ണം വീഡിയോ ആയിട്ട് വരും. ബൈ.